ഹലോ. കുറെ നാളായിട്ടോ ഞാനിപ്പോൾ ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്തിട്ട്. എന്താണെന്നറിയാവോ, കുറച്ച് വീഡിയോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്നെ ബോറടിക്കും. അപ്പം ഞാൻ അങ്ങനെ നിർത്തും. അതാണ് എൻ്റെ പരിപാടി. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിനകത്തുള്ള സ്റ്റാഫ് ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കടയ്ക്ക് കയറേണ്ടി വരും രാവിലെ മുതൽ. ഇപ്പോൾ ഒരു 10 മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരുള്ളൂ. ഒരു 8:45 ഞാൻ എത്തുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ജിബിഷേട്ടൻ പറഞ്ഞു, ഇന്ന് രാത്രി ചെന്നിട്ട് ഇനി ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ കരുതി അന്ന് വേഗം തന്നെ വീട് ക്ലീൻ ചെയ്യാൻ, ആ സമയത്ത് വീടൊന്ന് ക്ലീൻ ചെയ്ത് തരാം. കാരണം ഇന്ന് ശനിയാഴ്ച ദിവസമായിരുന്നേ. ഞായറാഴ്ചയാണ് ഞാൻ സാധാരണ വീട് അടിച്ചുടച്ചൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഉച്ചയ്ക്ക് വന്ന് വേഗം പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിൽ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. വന്ന ഉടനെ ആ പാത്രമൊക്കെ കഴുകി വെച്ച് മാഗി ഉണ്ടാക്കി ഞങ്ങൾ രണ്ടും കൂടി കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യില്ല. കാരണം ഭയങ്കര ടയേർഡായിരിക്കും. എനിക്കിങ്ങനെ എല്ലാം പക്കയായിട്ട് ചെയ്യണ പരിപാടിയൊന്നുമില്ല കേട്ടോ. നല്ല മടിച്ചാണെന്ന് പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജിവിഷനെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലങ്ങോട്ട് ലിഡ് പൊട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി നിന്നത് കേട്ടോ. ചില ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പണിയെടുക്കാൻ വേണ്ടി, ചില ദിവസം ഭയങ്കര മടിയായിരിക്കും. വന്ന് കയറി അവിടെ ഇരിക്കും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സ് പോലും മാറാതെയാണ് വേഗം തന്നെ പണികൾ തീർക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്തായാലും അടിച്ചു കൂത്താൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെ ടയർഡാവും, വേർക്കും. അപ്പോൾ പിന്നെ അതിന് ശേഷം മേലെ വിളിച്ചാൽ മതിയല്ലോ. അല്ലാതെ അതിന് മുമ്പ് വിളിച്ചിട്ട് പിന്നെയും വേർക്കണ്ടെന്നോ. നല്ല ചൂടാണ് ഇവിടെ. ഇത് ഷീറ്റും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ചൂടാണ് മേളിൽ. അപ്പം ഞാൻ വേഗം തന്നെ എൻ്റെ പണിയൊക്കെ തീർക്കാൻ നോക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഒരു സമാധാനം ഉണ്ട്, നമ്മുടെ വീടാണ് ക്ലീനായി കിടക്കണം കാണുമ്പോഴത്തേക്കും. അപ്പൊ കിട്ടുന്ന ഒരു ഫീല് വേറെ ഒന്നും എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ആ പണി അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ. ഈ രാത്രി തന്നെ ഞാനിത് തീർക്കുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം അപ്പോൾ ഫുഡിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കി സമയം ഫ്രീ ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് മുട്ടം പണിയായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ പണിയൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും കേട്ടോ പണ്ട് നമ്മളുടെ അമ്മമാരുടെ വില നമ്മൾ മനസ്സിലാക്കുന്ന കേട്ടോ. എന്തൊരു മടിയായിരുന്നു. എന്തിനും ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഞാൻ കല്യാണം ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്യേണ്ടതല്ലേ, ഇപ്പോഴല്ലേ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഡയലോഗ് അടിക്കുമായിരുന്നു. അന്നും ഡയലോഗ് അടിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ലേ. വേഗം പണിയൊതുക്കി ഞാൻ കുളിക്കാൻ കയറി കേട്ടോ. രാവിലെ അലക്കിയിട്ട് കുറച്ച് തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വന്ന് മടക്കിയൊക്കെ വെച്ചു. അതിപ്പോൾ കൈയോടെ മടക്കിയില്ലെങ്കിൽ 2-3 ദിവസം അവിടെ അങ്ങനെ തന്നെ കിടക്കും. അലക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് എനിക്ക് മടക്കി വെക്കാനാണ്. കൈയോടെ തന്നെ എല്ലാം മടക്കിയൊക്കെ വെച്ചു. ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില ദിവസങ്ങളിനകത്തോ ഒന്നും ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ 2 പൈനാപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അങ്ങോട്ട് വേഗം തന്നെ ജ്യൂസ് അടിച്ച് വെച്ചു കേട്ടോ. കൈയോടെ ജ്യൂസ് അടിച്ചില്ലെങ്കിൽ അത് വേഗം തന്നെ ചിതയും പോകും കേട്ടോ. അങ്ങനെ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ അടുക്കളപ്പണി അങ്ങോട്ട് അവസാനിപ്പിച്ചു.